വീട്ടുകാർ വരാഞ്ഞത് കൊണ്ട് അവർക്ക് തന്നെയാണ് നഷ്ടം. ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വരാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലായിരുന്നോ? അവർക്ക് വരാമായിരുന്നു. ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ ആദില, നൂറ, അനുമോള് ഇവര് മൂന്നുപേരും കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ നൂറ സ്വന്തം വീട്ടുകാരെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടേ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. കൂട്ടത്തിൽ ഇന്നലത്തെ എപ്പിസോഡ് 71 വളരെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ അതിലമോളെ ക്യാപ്റ്റ, മുൻ ക്യാപ്റ്റ എങ്ങനെയുണ്ട്, മുൻ ക്യാപ്റ്റൻ എന്നല്ല ഇപ്പോഴുള്ള ക്യാപ്റ്റ എങ്ങനെയുണ്ട്, ക്യാപ്റ്റൻസി ഒക്കെ സൂപ്പർ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ആദില പറയുന്നു നന്നായിരുന്നു ലാലേട്ട, നന്നായിരുന്നു. ആര് പറഞ്ഞു നന്നായിരുന്നു എന്ന്? ഉടനെ ആദില എനിക്ക് നന്നായിട്ട് തോന്നി. ഉടനെ ലാലേട്ടൻ പറയുന്നു നൂറ എങ്ങനെയുണ്ടായിരുന്നു നൂറ തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പൊ നൂറയോടാണ് ചോദിക്കുന്നത് ഞാൻ. അപ്പൊ ആലോചിച്ചു, ഈ ആതിരയുടെ ക്യാപ്റ്റൻസിയെ പറ്റി നൂറയോട് തന്നെ ആദ്യമേ ചോദിക്കണോ? വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചൂടെ? അപ്പൊ എന്താണെങ്കിലും നൂറയോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഇഷ്ടം ചോദിച്ച ഉടനെ തന്നെ നൂറ പറയുന്നു ലാലേട്ടാ, ഞാൻ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അൺനെസസറി ഫൈറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്ത് അത് പ്രോപ്പറായിട്ട് വലിയ ഫൈറ്റിലേക്കൊന്നും കൊണ്ടുപോകാതിരിക്കണം എന്നൊക്കെ ഞാൻ ആദിലയോട് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ നൂറ പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. അപ്പൊ നൂറയ്ക്ക് സ്വന്തമായിട്ട് നൂറയ്ക്കല്ല, നമ്മുടെ ആദിലേക്ക് സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കാനോ ഒന്നും ചെയ്യാനായിട്ടുള്ള കഴിവില്ലേ? അല്ല, എല്ലാം നൂറ പറഞ്ഞു കൊടുത്തു വേണോ ആദിലേക്ക് മുന്നോട്ട് പോകാൻ? അല്ല, അങ്ങനെയാണെങ്കിൽ ആദില അവിടെ നിൽക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെയൊക്കെയോ ഒരു സഹായം കൊണ്ട്, ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, നൂറ ഉപദേശം കൊടുക്കുന്നതുകൊണ്ട് അതിനകത്ത് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ വാതുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. അത് കണ്ട് ജനങ്ങൾ വോട്ട് കുത്തുന്നു. അതത്ര നല്ലൊരു ട്രാക്കാണോ? എനിക്കൊരു സംശയം. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, രാത്രികാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, രാത്രികാലങ്ങളിൽ പല കാര്യങ്ങളും നൂറ ആദിലേക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉപദേശം കൊടുത്ത് നൂറയുടെ ഗെയിം ഇപ്പൊ ഡൗൺ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല എപ്പിസോഡിൽ അക്ബറോ ആരോ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നൂറയുടെ ഗെയിം താഴത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നേരത്തെ ഒരു ഇടയ്ക്ക് നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ ആയിരുന്നു, നല്ല ഗംഭീര ഗെയിമർ ആയിരുന്നു. ഇപ്പോഴും തലയ്ക്കകത്ത് ഗെയിം എന്താണെന്നൊക്കെ നൂറയ്ക്ക് അറിയാം. പക്ഷേ ഈ ആദില ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പം ജിസയിൽ, ആര്യൻ കണ്ടില്ലേ നിങ്ങൾ അവര് ഗെയിമേഴ്സ് ആയിരുന്നു, പക്ഷെ രണ്ടുപേരും ഇങ്ങനെ ഒട്ടി നിന്നുകൊണ്ടുള്ള ഗെയിമേഴ്സ് ആയിരുന്നു. ജിസയിൽ പോയി കഴിഞ്ഞപ്പോൾ ആര്യന്റെ ഗ്രാഫ് ഒറ്റയടിക്കാ മേപ്പോട്ട് പോയിരിക്കുന്നത്. അതുപോലെ ചിലപ്പം ഈ ആദില അങ്ങോട്ട് പോവുകയാണെങ്കിൽ നൂറയുടെ ഗ്രാഫ് ചിലപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കയറും. എനിക്കങ്ങനെ തോന്നി കേട്ടോ. കാരണം നൂറ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. ഈ ആതിരയുടെ പുറകെ നടന്ന് അവർക്ക് ഉപദേശം കൊടുത്ത് ഇപ്പൊ ലാലേട്ടൻ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഉപദേശിക്കാറുണ്ട്. ഒരു ക്യാപ്റ്റനായിട്ട് ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ലാസ്റ്റ് വീക്ക് ആദില എന്ന് പറയുന്ന ക്യാപ്റ്റൻ ശുദ്ധ മണ്ടത്തരമായിരുന്നു. കാരണം ഒന്നും ചെയ്യാനില്ല, അതിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആകെ മറ്റേ സാബുമോൻ പറഞ്ഞപ്പോൾ ആ ഡ്രസ്സെല്ലാം പുറത്ത് കിടന്ന് എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അതും സാബുമോൻ പറഞ്ഞപ്പോൾ അതിലേക്കായിട്ട് ഒന്നും അവിടെ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി പല ആൾക്കാരും, ഷാനവാസ് ഉൾപ്പെടെ, ഈ സാബുമോൻ പറഞ്ഞപ്പോൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ട് മാറ്റി വെച്ചു, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. സ്വന്തമായിട്ട് ചെയ്തതല്ല ഇതൊന്നും. ഇതൊക്കെ ഒരാൾ പറഞ്ഞ് അതിലെ ചെയ്തതാ. അതുകൊണ്ട് തന്നെ അത്ര വലിയ ഗെയിമറാണ്, ഗെയിമിംഗ് മെന്റാലിറ്റി ഉണ്ട് ഒന്നും എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല കേട്ടോ. ആകെ അറിയാവുന്നത് നമ്മുടെ നൂറയുടെയും അനുമോളുടെയും പിടിച്ച് കൂടെ ഇരുത്തിയിട്ടിരുന്ന കഥ പറയുക. ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിന്റെ പുറകെ ആയിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അനീഷിന്റെ പുറകെ എന്തായാലും ഇല്ല. പിന്നെ ഷാനവാസിനെ ഒന്ന് മാറ്റി നിർത്താം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ എന്താണെങ്കിലും നൂറയുടെ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നൂറ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യം പോലും നമ്മുടെ ആദില മറന്നു പോയിരുന്നു, അതുവരെ ഓർമ്മിച്ചു കൊടുക്കേണ്ട വന്നിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻ ആണെന്ന കാര്യം മറന്നു പോകുന്നു എന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിരുന്നു അല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നൂറയോട്. പിന്നെ രാവിലെ ഒന്ന് നേരത്തെ എണീക്കുന്ന പരിപാടിയൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ നൂറ പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് പുറത്തു പോയിരിക്കുന്ന ആ ഒരു പരിപാടി, അപ്പൊ അത് ചെയ്ത ഉടനെ അനീഷ് വന്ന് ചൊറിഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനീഷിന്റെ ചൊറിച്ചിലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിലോട് ലാലേട്ടൻ ചോദിക്കുന്നു, മോളെ നീ എല്ലാ ദിവസവും ഈവനിങ് മറ്റേ ടീം മീറ്റിംഗ് വിളിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, നീ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ, പിന്നെന്താ അതൊന്നും ചെയ്യാഞ്ഞേന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ലാലേട്ടനോട് അതില പറയുന്നു, ലാലേട്ട സാഹചര്യം കിട്ടിയില്ല ലാലേട്ട എന്ന്. ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇത്രയും വലിയ വീട്ടിൽ നിനക്ക് ഞാൻ ഇനി എന്ത് സാഹചര്യം ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് അതിലെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പിന്നെ സാബുമോനൊക്കെ വന്ന് പിന്നെ കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ ഒരു ടാസ്കിന്റെ ബഹളമായിരുന്നു.
അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട വന്നാലും ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു ക്യാപ്റ്റൻ ആയിരുന്നു. എന്തോ അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ ക്യാപ്റ്റൻസിയെ പറ്റി ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല കേട്ടാ, ഒരു 80% വലിയ കുഴപ്പമില്ലായിരുന്നു. അത് നേരത്തെ ആൾക്കാർ ചെയ്തു വെച്ചിരുന്ന തന്നെ അതിലെ പുൾ ഓഫ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഒരു 20% ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനീഷ് വരുന്നുണ്ട്. അനീഷ് പിന്നെ അറിയാമല്ലോ, ഗെയിമർ. അനീഷ് എന്തും പറയും. അനീഷേട്ടൻ വന്നിട്ട് ഉറങ്ങിപ്പോയ അവസരങ്ങൾ വരെ ഉണ്ടായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു, സ്ട്രോങ് ആയിരുന്നില്ല എന്നൊക്കെ അനീഷേട്ടൻ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഉടനെ ചോദിക്കുന്നുണ്ട് അവിടെ നിന്നതിൽ കൊള്ളാവുന്ന ഒരു ക്യാപ്റ്റൻ ആരായിരുന്നു അനീഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷേട്ടൻ പറയുന്നു, ലാലേട്ട ആദ്യം ഉണ്ടായിരുന്ന ക്യാപ്റ്റനൊക്കെ കൊള്ളായിരുന്നു ലാലേട്ട, ആദ്യത്തെ ക്യാപ്റ്റന്മാരൊക്കെ സൂപ്പർ ആയിരുന്നു. ഏത് ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷേട്ടനാ? ഉടനെ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, മോനെ ആദ്യത്തെ ക്യാപ്റ്റൻ നീയല്ലേ? അല്ല ലാലേട്ട, ആര്യൻ കൊള്ളായിരുന്നു, ഷാനവാസ് കൊള്ളായിരുന്നു, അഭിലാഷ് കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അഭിലാഷൊക്കെ ഓക്കെ, ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. എനിക്കറിയത്തില്ല, ചിലപ്പോൾ അനീഷിനെ കണ്ടത് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നായിരിക്കാം. എന്താണെങ്കിലും ഷാനവാസിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പം ആര്യൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മറ്റേ ആദ്യത്തെ ക്യാപ്റ്റന്മാരൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ ആര്യന്റെ മുഖത്ത് ചില ഭാവങ്ങളൊക്കെ മറന്ന് പോകുന്നുണ്ട്. എപ്പോഴും ഉണ്ടല്ലോ അത്. പണ്ടൊക്കെ എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പം അവൻ അങ്ങനെയാ, അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു തുടങ്ങി കേട്ടോ. കാര്യം ആര്യൻ അങ്ങനെയാ, കോക്കാം പ്രീച്ചുകൾ മോന്തയ്ക്കൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പം അത് കണ്ട ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മോനെ നീ മറ്റേ കലാമണ്ഡലം ഗോപി സാറിനെ പോലെയോ? നിന്റെ മുഖത്ത് മൊത്തം ഇങ്ങനെ വന്നു പോകുന്നത് എന്താ? നിനക്ക് ആര്യനെ പറ്റി അനീഷ് നല്ലത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ആര്യനെ പറ്റി പറഞ്ഞപ്പോ എന്താ ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ആര്യൻ പറയുന്നു, അല്ല ലാലേട്ടാ, ഇഷ്ടമായി ലാലേട്ടാ. അത് ഈ ആദ്യത്തെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആദ്യത്തെ ക്യാപ്റ്റന്മാർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് പുള്ളി കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, ലക്ഷ്മി പറയുന്ന കറക്റ്റ് പോയിന്റ് ആണ്. പക്ഷെ അപ്പൊ എനിക്ക് ഞാനും ഒരു കാര്യം ആലോചിച്ചു, ഈ പറയുന്ന ലക്ഷ്മിക്കും പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന എന്താണെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ലക്ഷ്മി അതിനെ പറ്റി പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വലിയ ഐഡിയ ഒന്നും നമ്മുടെ ക്യാപ്റ്റൻ ഇല്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഞാൻ ആലോചിച്ചു, ലക്ഷ്മിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ലക്ഷ്മിക്കും പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും അവിടെ നടക്കുന്നതായിട്ടില്ല. ലക്ഷ്മിക്ക് ആകെ അറിയാവുന്ന ഒരു പരിപാടി തീരെ അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ലക്ഷ്മി ഒരു സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ട്. അനീഷിന്റെ പുറകെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം അതൊരു നല്ലൊരു മൂവ് ആണെന്ന് ചിലപ്പോൾ ലക്ഷ്മിക്ക് തോന്നിക്കാണാം. എന്താണെങ്കിലും ലക്ഷ്മി ആ ഒരു പരിപാടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ അതിലേക്കാട്ടിലും ബെറ്റർ ആണ് ലക്ഷ്മി, അത് വേറെ കാര്യം. അത് ഞാൻ പറയും കേട്ടോ. അതിലേക്ക് തീരെ അറിയത്തില്ല. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നൂറ ഓതിക്കൊടുക്കുന്നത് കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് ഭൂരിഭാഗവും. ഇന്നലെ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ നീ പറയുന്ന കണക്ക് കേൾക്കത്തില്ല, ഇനി എന്റെ സ്റ്റാൻഡാണ്, ഞാൻ ഇനി പുറത്ത് പോയാലും കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇന്നലെ ഇരുന്ന് പറയുന്നത് കേട്ടു. അപ്പൊ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് അനീഷ് വേറെ അടുത്തൊരു ഇതിന്റെ ഇടയ്ക്ക് കുറെ സംസാരങ്ങളുണ്ട്, ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അനീഷ് നെവിനെ പറ്റി പറയുന്നുണ്ട്. അതായത് മറ്റേ തലമുടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പണിപ്പുരട്ടാം സമയത്ത് അനീഷിന്റെ ഫ്രണ്ടിൽ കയറി നെവിൻ നിന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കുന്ന ഇടയ്ക്കില്ല അനീഷേട്ടൻ വീണ്ടും എനിക്കറിയത്തില്ല, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. പിന്നെ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താണെങ്കിലും. അതായത് പുള്ളി മറ്റേ ബിന്നിയുടെ ഭർത്താവും വന്ന സമയത്ത് ഈ നെവിൻ അവരുടെ ഇടയ്ക്ക് കയറി കിടന്നതിനെ പറ്റിയൊക്കെ വീണ്ടും പറയുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ചേട്ടാ, നെവിനെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. നമുക്കും അത് നെവിന കാണിക്കുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. വീണ്ടും അതിവിടെ അനീഷേട്ടൻ എന്തിനാണ് പൊക്കിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ വീണ്ടും അനീഷെ എന്നും വിളിച്ചിട്ടൊരു ചിരി തിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹാട്രിക് അടിച്ചല്ലേ ജയിലിനകത്ത്, എങ്ങനെ ഉണ്ട് പറ നീ, എങ്ങനെ ഉണ്ട്? ഉടനെ അനീഷേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ലാലേട്ട എന്നേക്കാൾ കൂടുതൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകൾ ഇവിടെയുണ്ട്, എന്നേക്കാൾ കൂടുതൽ ഫിസിക്കൽ അഗ്രസീവ് ആവുന്ന ആളുകൾ ഇവിടെയുണ്ട്, എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ അവരെ ആരെയും ജയിലിലോട്ട് വിടത്തില്ല, എന്നെ മാത്രം എപ്പോഴും പിടിച്ചങ്ങ് തള്ളും എന്നുള്ളൊരു കാര്യം നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അനീഷേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ നോക്കുകയാണെങ്കിൽ ടാസ്ക് കുളമാക്കിയ ഷാനവാസ് ഇതൊക്കെ ഉണ്ട്. ഈ അനീഷേട്ടനൊരു ടാസ്ക് മറ്റേ ബോട്ടിൽ ടാസ്ക് കുളമാക്കിയപ്പോഴത്തേക്ക് അപ്പോഴും പുള്ളി കുറ്റക്കാരനായിരുന്നു. ഇപ്പൊ ഷാനവാസ് ഒരെണ്ണം മാത്രം ഒരു ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് അത് കൊടുത്തത്, സീക്രട്ട് ടാസ്ക്, അത് നല്ല വൃത്തിക്ക് കുളമാക്കി. എന്തിനാ ഷാനവാസിന്റെ മുത്തുമണികളായിട്ടുള്ള ആദിലയും നൂറയും അനുമോളും വരെ ഇന്നലെ പാതിരാത്രിയിലേക്ക് ഇതിരുന്ന് പറയുന്നുണ്ട്, ഇയാളൊരു മണ്ടനാണ്, ഇയാൾ ഗെയിം കുളമാക്കി, മര്യാദയ്ക്ക് ഒരാൾക്കെങ്കിലും ഫുഡ് കിട്ടുന്ന കേസായിരുന്നു, അത് ഇയാൾ കുളമാക്കി എന്നുള്ള അങ്ങനെ രീതിയിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും മനസ്സിലായി ഇയാൾക്ക് പ്രത്യേകിച്ച് ഗെയിം ഒന്നും വലുതായിട്ട് അറിയത്തില്ല എന്നുള്ളൊരു കാര്യം. അത് മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയണേ. ഒരിടത്തൊരു കമന്റ് കണ്ടു, ഞാനല്ല കണ്ടത്, എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ ചാനലിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് അവൻ എനിക്ക് അയച്ചു തന്നാളെ അത് കാണണമെന്നും പറഞ്ഞ്.
നിങ്ങൾക്ക് അറിയാം, ആളെ നിങ്ങൾക്കും അറിയാം അത് ആരുടെ അടിയിലാണ് ആ കമന്റ് വന്നതെന്നുള്ളത്. അപ്പം വേറെ ആരുമല്ല, നമ്മുടെ അതുലിന്റെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റ് ആണ്. അപ്പൊ അതുൽ എനിക്ക് അത് അയച്ചു തന്നു. സംഗതി വേറൊന്നുമല്ല, ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആണ്, ഞാനെന്തോ അനീഷിനെ അനീഷ് ചേട്ടാന്നാണ് ഞാൻ വിളിക്കുന്നത്, ബാക്കി ആരെയും ഞാൻ ചേട്ടാന്ന് വിളിക്കാറില്ല, ഞാൻ അനീഷിന്റെ PR ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അനീഷിന്റെ PR ആണെന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം തെളിയിച്ച് കാണിക്കണമെങ്കിൽ തെളിയിച്ച് കാണിക്കാം. അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ അങ്ങോട്ട് കാണിച്ചാൽ പോരെ, അവിടെ തീരും. പിന്നെ അത് വേണമെങ്കിൽ പല അക്കൗണ്ട് ഉണ്ടെന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞു നടക്കാം. അതുകൊണ്ട് അതൊന്നും വേണ്ട, പോട്ടെ. പക്ഷേ ഈ അനീഷിനെ മാത്രമേ അനീഷ് ചേട്ടാന്ന് വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ് എനിക്ക് സത്യം പറഞ്ഞ അനീഷിനെ അനീഷ് ചേട്ടാ എന്ന് ഞാൻ വിളിക്കാൻ കാരണം അയാൾ എന്നെക്കാട്ടിലും മൂത്തതാ. ഷാനവാസിനെ ഷാനവാസ് ചേട്ടാ എന്നല്ല ഞാൻ വിളിക്കുന്നത്, ഷാനവാസ് ഇക്ക എന്ന് ഞാൻ വിളിക്കാറുണ്ട്. പോയി വീഡിയോകൾ കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ ഷാനവാസ് ചേട്ടാന്ന് ഞാൻ വിളിക്കാറില്ല, ഷാനവാസ് ഇക്ക എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ആര്യനെ എനിക്ക് ആര്യൻ എന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ, അത്രേ പറ്റത്തുള്ളൂ. അല്ലാതെ ആര്യൻ ചേട്ടാ എന്ന് വിളിക്കാനായിട്ട് എന്നെക്കാട്ടിലും ഒരുപാട് പ്രായം കുറവാ കുഞ്ഞിന്. അപ്പൊ എനിക്ക് ആര്യാന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ബാക്കി അവിടെയുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു, അക്ബർ ഉൾപ്പെടെ നമ്മളൊക്കെ സെയിം ഏജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരെയും ഞാൻ അങ്ങ് ചേട്ടാന്നും മാമിയെന്നും വീട്ടിൽ പോയി ഇരിയടേ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെനിക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി, അത്രേ ഉള്ളേ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഷാനവാസിക്കൊക്കെ ജയിൽ നോമിനേറ്റ് ചെയ്യാറുണ്ട്. ജയിൽ നോമിനേഷൻ കിട്ടി, എനിക്ക് തോന്നുന്നു ഒരു 5 വോട്ട് അങ്ങാണ്ട് പുള്ളിക്ക് കിട്ടിയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. 5 വോട്ടോ 4 വോട്ടോ അങ്ങാണ്ട് ഉള്ളായിരുന്നു പുള്ളിക്ക്. പക്ഷേ കൂടുതലും പേര് അനീഷിനെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുള്ളത് കൊണ്ട് അനീഷിനെ പിടിച്ചങ്ങ് ജയിലിലിട്ടു. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ അനീഷിനോട് ആരൊക്കെയാണ് വോട്ട്, അനീഷിന് ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാം വോട്ട് ചെയ്തവരെല്ലാം കൈ പൊക്കുന്നുണ്ട്. അതായത് ജയിലിലേക്ക് തള്ളാൻ, ജയിൽ നോമിനേഷൻ ആരൊക്കെയാണ് അനീഷിന് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസും പൊക്കുന്നുണ്ട്. ഷാനവാസിക്കയും പൊക്കാൻ നേരത്ത് ഇടയ്ക്ക് ഷാനവാസ് എന്നേ വരത്തുള്ളൂ കേട്ടോ. എപ്പോഴും ഷാനവാസിക്കാന്ന് വരത്തില്ല. വിളിക്കേണ്ട സമയത്ത് ഷാനവാസിക്കാന്ന് വിളിക്കുകയും ചെയ്യും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഷാനവാസിക്കയും അവിടെ കൈയൊക്കെ പൊക്കുന്നുണ്ട്. ഉടനെ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഷാനവാസ് മന്നെ നീയും ഉണ്ടല്ലേ, സുഹൃത്തുണ്ടല്ലേ, മിത്രം ഉണ്ടല്ലേ, ഉറ്റ മിത്രവും മറ്റേ മിത്രത്തെ തള്ളി അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് സെറ്റാ, റെഡിയാ. അപ്പൊ എന്താണെങ്കിലും അത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും അവിടെ കാര്യം പിടികിട്ടി. ആൾക്കാരുടെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന്റെ ഇടയിലോട്ട് തന്നെ ലാലേട്ടൻ വീണ്ടും പുൾ ഓഫ് ചെയ്യുമായിരുന്നത്. അതായത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു ചതിയനാണ്. അത് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അത് ലാലേട്ടൻ തന്നെ അങ്ങനെ പുൾ ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അതിന്റെ ആവശ്യമില്ല, അവിടെ ഉള്ളവർ തന്നെ മനസ്സിലാക്കണമായിരുന്നു. ഇതിപ്പം ലാലേട്ടൻ തന്നെ ഇന്നലെ തന്നെ എക്സ്പോസ് ചെയ്ത് കൊടുത്തു എന്താണ് ഷാനവാസ് എന്നുള്ളത് വൃത്തിക്ക്. ലാസ്റ്റ് ഇന്നലെ മറ്റേ ആ ഒരു ചോദ്യം ചോദിച്ച സമയത്തൊക്കെ, ആരെ സേവ് ചെയ്യണമെന്ന് ചോദിച്ച സമയത്തൊക്കെ ഷാനവാസിന്റെ ആ ഒരു പരിപാടിയിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്താണ് അയാളെന്നുള്ളത്. പിന്നെ കൂടുതൽ അതിനകത്ത് ആരും മെഴുകാനായിട്ടൊന്നും ഇങ്ങോട്ട് വരല്ലേ പ്ലീസ്. അപ്പൊ എന്താണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടനല്ല നമ്മുടെ ആര്യൻ, ഈ ഷാനവാസും ഉണ്ടോ ഈ നോമിനേറ്റ് ചെയ്തതിനകത്ത് താനും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കാൻ നേരത്ത് ആര്യൻ ഇതിന്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട്, ലാലേട്ട ഒരു സ്മാൾ കാര്യം, എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് ലാലേട്ട. ആര്യൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു നോമിനേഷൻ, ഒരു ജയിൽ നോമിനേഷൻ വന്നാലോ വേറെ എന്തെങ്കിലും ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അനീഷേട്ടൻ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ സമയം തരത്തില്ല. നമ്മൾ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം അതിന്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കില്ല ലാലേട്ട. ആര്യൻ ആ പറഞ്ഞതിനോട് ഞാൻ 101% ഞാൻ യോജിക്കുന്നു. അതായത് വേറൊന്നുമല്ല, അനീഷേട്ടൻ അങ്ങനെയുള്ള ഇപ്പൊ ലാലേട്ടൻ വരുന്നൊരു ദിവസം ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല അനീഷേട്ടൻ ഇടയ്ക്ക് കയറി സംസാരിച്ച് ബഹളം ഉണ്ടാക്കുന്നത് ഇല്ല. പുള്ളി ആ ഒരു മാനേഴ്സ് അവിടെ കീപ്പ് ചെയ്യും. പുള്ളിക്ക് ഇത് തന്നെ നമ്മുടെ ഈ നോമിനേഷൻ സമയത്ത് ഒന്ന് കീപ്പ് ചെയ്തുകൂടെ? പക്ഷെ അപ്പൊ പുള്ളി കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അതും കൂടെ പുള്ളി ഒന്ന് കുറയ്ക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ആര്യൻ ആ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ കഥകളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ നോമിനേഷൻ വരുന്നുണ്ട്. നോമിനേറ്റ് ആയി പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ബിന്നിക്കുഞ്ഞ്, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റിയൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഇതിനുശേഷം നമ്മുടെ അനുമോള് നൂറ് ആദില ഇവര് 3 പേരും കൂടെ ഇരുന്നിട്ട് അക്ബറിനെ പറ്റിയിട്ട് ആദ്യമേ കുറ്റം പറയുന്നുണ്ട്. അതായത് അക്ബർ, ഇവിടെ എല്ലാവർക്കും അറിയാം അക്ബറിന്റെ സ്വഭാവം എന്താണെന്ന്. വളച്ചൊടിക്കുന്ന ആളാണ്, കുത്തുന്ന ആളാണ്. ഞാനും നീയും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കോട്ട് കയറി വന്ന് കത്തിപ്പടർപ്പിക്കുന്ന ഒരാളാണ് ഈ അക്ബർ. അനുമോളും നൂറൊക്കെ പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അത് പുള്ളിയുടെ മിടുക്ക്, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇത് ഗെയിമാണ്, ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ അങ്ങനെയൊക്കെയാണ്. പിടികിട്ടിയില്ല, ഒരു കണ്ടന്റ് ഏതെങ്കിലും ഒരു മൂലക്കൂന്ന് കേട്ട് വന്ന് അത് പ്രശ്നം ഉണ്ടാക്കി കത്തിക്കാൻ പറ്റുന്ന അവനെ നമുക്ക് മിടുക്കന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ അവൻ പൊട്ടനൊന്നും അല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് കൊടുക്കരുത്. ഇന്നലെ രാത്രി തന്നെ, ഇന്നലെ എനിക്ക് തോന്നുന്നു നെവിനും നമ്മുടെ അനുമോളുമായിട്ട് ചെറിയൊരു ഒരസൽ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്കോട്ട് അക്ബർ ഒന്ന് കയറി ചെറുതായിട്ടൊന്ന് പിടിക്കാൻ വരുന്നതാ. അനുമോള് തിരിച്ചു മാന്തി വിടും. പിന്നെ അക്ബർ വിടുവോ? പിന്നെ അങ്ങോട്ട് ചൊറിച്ചില്ല.
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി വിടുക അക്ബറിനെ. അത് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്, അനിമോൾക്കാണെങ്കിൽ പോലും. അപ്പൊ പിന്നെ അക്ബർ അത് വന്ന് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും അവന്റെ മിടുക്കെന്നേ നമുക്ക് പറയാം. എനിക്കെങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അത് പുള്ളിയുടെ മിടുക്കെന്ന്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ അക്ബറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നൂറ പോകുന്നു. പിന്നെ കാണിക്കുന്നത് ആദിലയും അനിമോളും കൂടെ ഇരുന്നിട്ട് ഷാനവാസിനെ പറ്റി പറയുന്നതാണ്. ഷാനവാസ് ഗെയിം ബോറാക്കിയതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാൾ മറ്റേ മൂത്താപ്പ കളിയാണ് ചില സമയത്തെന്നൊക്കെ നമ്മുടെ ആതിര ഇരുന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഇങ്ങനെ കൈവച്ചു പോയി. കഴിഞ്ഞ ആഴ്ച വരെ ഇക്കാന്ന് വിളിച്ച് പറഞ്ഞ് കൂടെ ഇരുന്ന കൊച്ച ഇപ്പം കാല് വാരി, അത്രേ ഉള്ളൂ. അല്ല, ഗെയിമാണ്, അതൊക്കെ ആകാം. പിന്നെ ഈ ചിക്കൻ കഴിച്ച നമ്മുടെ ടാസ്കിന്റെ ഇടയ്ക്ക് മറ്റേ എന്താണ് ഷാനവാസിനെ ബോധ്യപ്പെടുത്താൻ, ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിച്ച ചിക്കന്റെ പീസ് വരെ അവർ കാണിച്ചിട്ട് പോലും അയാൾ വിശ്വസിച്ചില്ല. അനുമോള് അതൊക്കെയാണ് പറയുന്നത്. നമ്മൾ വല്ലതുമാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ആ ടാസ്കിന്റെ കൂടെ നിന്നേനെ. ഒരാൾക്ക് ഫുഡ് കിട്ടുന്ന കേസൊക്കെ അല്ലേ നമ്മൾ കൂടെ നിന്നേനെ. ഇയാൾ ഇത്ര വലിയ മണ്ടനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധമില്ലാത്ത ആളാണ് എന്നൊക്കെ അനുമോൾ ഇരുന്നുണ്ട് ഇന്നലെ പറയുന്നുണ്ട് രാത്രിയിൽ. അതിനുശേഷം പാതിരാത്രിയിലാണെന്ന് തോന്നുന്നു മറ്റേ പാലിന്റെ കേസും പറഞ്ഞൊരു വിഷയം ഉണ്ടായി. ആ വിഷയത്തിൽ അനുമോളുടെ വായിൽ നിന്നൊരു ഡയലോഗ് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അനുമോളെ ഞാൻ എങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. അനീഷിനെ മിക്കപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആര്യനെ അതാ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യും, ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല, അത് വേറൊരു കാര്യം. സാബുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു 5 സ്റ്റാർ കുട്ടി. ചെയ്യട്ടെ, അവന്റെ ആ ഒരു ചിരിയും അവനാകെ ഒന്നിനും അവനില്ല, ഒരടിക്കോ ബഹളത്തിനോ ഒന്നുമില്ല, മാന്യമായിട്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുത്തം പോയി കുറെ കാലം കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ അവനെ, നിൽക്കട്ടെ അവൻ. പക്ഷേ ഇന്നലത്തെ രാത്രിയിലത്തെ കേസ്, അതായത് ഈ പാലെടുത്തതിന്റെ പേരിൽ ഒരു ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് ഈ അനുമോള് നെവിന്റെ അടുക്ക് ചുമ്മാ കിടന്നുണ്ട്, നെവിനാണ് എടുക്കുന്നതെങ്കിൽ പോലും നെവിന്റെ അടുക്ക് കിടന്നുണ്ട് നീ തന്നെ എടുത്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് നെവിനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് പറയുന്നതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഉടനെ നെവിൻ പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഇറങ്ങി പോയി വിടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോൾ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എടാ പോടാ നിന്റെ മുഖം കാണുന്ന എനിക്ക് അറപ്പാടാ എന്നൊക്കെ അനുമോള് പറയുന്നത് കേട്ടു. അറപ്പ് തോന്നടാ നിന്റെ മുഖം കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം അത് ഒരു പ്ലാറ്റ്ഫോമിൽ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അനുമോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അനുമോൾക്ക് ഒരു ബോധമില്ലേ? ഒന്ന് ചിന്തിച്ചൂടെ? ഒരുത്തന്റെ മുഖത്ത് നോക്കി നിന്റെ മുഖം കാണുമ്പോൾ അറപ്പാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അത് കുറച്ച് ബ്ലാ ആയിട്ട് തോന്നി. അനുമോളുടെ ആ ഒരു സംസാരം അത് വളരെ മോശമായി പോയി. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പേഴ്സണൽ ലൈഫിൽ പറയുക ആയിക്കോട്ടെ, ഞാനൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക് ഒരുപാട് കേൾക്കുമ്പോഴത്തേക്ക് ഒരുത്തന്റെ മുഖം കാണുമ്പോൾ അറപ്പ് തോന്നുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഒരു രീതിയിലും തോന്നുന്നില്ല. ഇത് അനുമോളുടെ വായിൽ നിന്ന് വീണപ്പോഴത്തേക്ക് അക്ബർ കയറി പിടിച്ചു. അക്ബർ കയറി ഉടനെ എടാ നീ പോടാ ഉടനെ അക്ബർ തിരിച്ചു വിളിക്കുന്നുണ്ട്, നീ പോടി, നീ ആരാടി, നീ പോടി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചെറിയൊരു ഉണ്ടാവുന്നുണ്ട്. ഇത് പറഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ വായിൽ നിന്ന് വീഴുന്നതാ. എടി പോടി എന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി എന്നൊരു സാധനം അനുമോള് പറയുന്നത് കേട്ടു. അപ്പം സത്യം പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോലും ഈ അനുമോളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഈ എടി പൊടി എന്ന് അതിനകത്തുള്ള ചില ചേട്ടന്മാരെ വിളിക്കുന്നതിന്, പ്രത്യേകിച്ച് ഷാനവാസൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിയിൽ എതിർത്തിരുന്ന ഒരാളാണ്. എന്തിന്റെ പുറത്താണെങ്കിലും സ്ത്രീകളെ അങ്ങനെ വിളിക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോളുടെ ഇന്നലെ രാത്രിയിലുള്ള പ്രകടനം കണ്ടപ്പം എനിക്ക് മനസ്സിലായി ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അത് അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നെവിന്റെ അടുക്ക് വന്നിട്ട് എടാ പോടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അനുമോള്. ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറയാമെങ്കിൽ ഒരു പുരുഷൻ എന്താ തിരിച്ചു പറഞ്ഞ അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീക്ക് എന്തും പറയാം, പുരുഷനൊന്നും പറയാൻ പാടില്ല എന്നാണോ? അല്ല, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അനുമോളാണ് ഈ എടാ പോടാ വാടാ വിളിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ വിളിക്കുന്നുണ്ട്, നെവിനും വിളിക്കുന്നുണ്ട്. ഉടനെ അക്ബറിന്റെ അടുക്ക പറയാണ് എടി പൊടി എന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതിയെന്ന്. ഇത് അക്ബറാണ് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലോ, നീ എടാ എന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി, നിന്റെ വീട്ടിലുള്ള മറ്റേ പുള്ളിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അനുമോക്ക് ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾ വച്ച് ചെഞ്ചിടുവേ അക്ബറിനെ, ഇല്ലേ? ഞാൻ വെറുതെ വെക്കത്തില്ല, നല്ല താങ്ങും. പക്ഷെ അതുപോലെ തന്നെ ഈ അനുമോള് പറയുമ്പോഴും നമ്മൾ അത് പറയണം. ആ തെറ്റ് നമ്മൾ ചൂണ്ടി കാണിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അത് അക്ബർ ചെയ്യുമ്പോൾ ഞാൻ മിണ്ടത്തില്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അപ്പൊ ആൾക്കാർ അത്യാവശ്യം ബോധമുള്ള ഗെയിം കാണുന്ന ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് അനുമോള് പറഞ്ഞപ്പോൾ നീ അത് പറഞ്ഞില്ല, അക്ബർ പറയുമ്പോൾ മാത്രം പറയുന്നു എന്ന് ചോദിക്കും. മിണ്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അനുമോൾ ഈ പറഞ്ഞ തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അനുമോൾ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തത്. ഒരാളുടെ മുഖത്ത് നോക്കി നിന്റെ മുഖം കാണുമ്പോൾ അറപ്പാണെന്ന് പറയുക, ഈ എടാ എന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ അപ്പുറം നിൽക്കുന്ന ആൾ പറയും,
അപ്പൊ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അനുമോളെ മാത്രമായിട്ട് ആ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് തെമ്മാടിത്തരമായി പോകും. എല്ലാവരും അതൊന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രാത്രിയിൽ ഇരുന്നിട്ട് നമ്മുടെ അനുമോളും അതിലെ നൂറയും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നൂറ വീട്ടുകാരെ പറ്റിയിട്ട് പറയുന്നത്. ഞാനപ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിച്ചു, ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ, അവരുടെ ഭാഗത്തു നിന്ന് നമ്മളും ചിന്തിക്കണ്ടേ? അവർ വന്നായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു കിട്ടുന്നത്, അവരത് മിസ് ചെയ്തു എന്നൊക്കെ നൂറ പറയുമ്പോഴത്തേക്ക് അത് അവരുടെ ഇഷ്ടമാണ്, അവർ വരണോ വേണ്ടയോ എന്നുള്ളത്. അവർക്ക് ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെക്കാട്ടിലും വലുത് ചിലപ്പം അവരുടെ ഉള്ളിൽ അവർ ചിലപ്പോൾ അത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കത്തില്ല. അവർക്ക് ചിലപ്പം എന്താണെങ്കിലും ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അത് ഞങ്ങളുടെ മക്കളാണ് എന്ന് പറയാനായിട്ടുള്ളൊരു കുത്തൽ കാണുമായിരിക്കും. ഇല്ലെങ്കിൽ കുടുംബക്കാരെന്തു പറയും, അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പക്ഷെ ചില ആളുകളുണ്ട്, അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത കെട്ടിപ്പൂട്ടിയിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. അവരായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണല്ലോ. ചിലപ്പോൾ അതിലൂടെ നൂറയുടെയൊക്കെ പാരൻസ് അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ വന്ന് ജനങ്ങൾ ഞങ്ങളെ അറിയണമെന്നൊന്നുമില്ല, ഇനി അഥവാ അറിയണമെങ്കിൽ ഇങ്ങനെ 2 പെൺകുട്ടികളുടെ വാപ്പയും ഉമ്മയായിട്ട് അറിയണ്ട എന്ന് ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അത് തെറ്റായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ആരും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ മക്കളാ, നാട്ടുകാരെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് നാളെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ പുറത്തിരുന്ന് ഈ ഗെയിം കണ്ട് പറയാമെന്നല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ ഒരു പരിധി കൂടുതൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ രാത്രിയിൽ ഇവർ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ എപ്പിസോഡിൽ രാത്രിയിലുമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ലൈവ് തുടങ്ങിയിട്ടുണ്ട്, പോയി ലൈവ് കാണട്ടെ. എന്തൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.